ഒരു 2 to 3 weeks ബാക്ക് ഞാനൊരു മെഡിക്കൽ RMO ഞാൻ കണ്ടായിരുന്നു. ഐ ഹാഡ് മെൻഷൻ ടു ഹെർ ദാറ്റ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് ഞാൻ ചെയ്യണുണ്ട്. സോ ഷി വാസ് വെരി എക്സൈറ്റഡ്, ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ഷീ സൈഡ് എനിക്കൊരു ദിവസം മാഡത്തിനെ കാണണം, എനിക്ക് ഈ പ്രൊജക്റ്റ് കേൾക്കണം, അപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനത്തെ ഒരു അപ്കമ്മിങ് MBBS ആസ്പിറൻസിന് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഏറ്റെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആൻഡ് ഹൗ ഈസ് ദി വേ ടു ഗോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ റൈറ്റ് നൗ നമ്മൾക്ക് MBBS കഴിഞ്ഞ ഉടനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഉടൻ തന്നെ നമുക്കിതിന് പേഷ്യൻസ് വരുമെന്നോ അല്ലെങ്കിൽ ഇതിന് തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് പ്രാക്ടീസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നോ ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ MBBS ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ അടുത്ത 10 വർഷത്തിൻ്റെ കാര്യമാണ് പറയണത്. ടിൽ ദിസ് ബിക്കംസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുക്കുക, ഏത് ബ്രാഞ്ച് എടുത്താലും സാറില്ല, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് കുറേ സൈക്കോളജി, സൈക്കോതെറാപ്പി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുമ്പം നമ്മുടെ ആവനാഴിയിൽ കുറേ അമ്പുകൾ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കാം. ഞാനും ഹിപ്നോതെറാപ്പിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐ യൂസ് ഇറ്റ് ഫോർ പേഷ്യൻസ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ. ഇപ്പോൾ ഹിപ്നോതെറാപ്പിയുടെ സെക്കൻഡ് ഇതിന് പോവുകയാണ് ഞാൻ പഠിക്കാൻ. അപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുക്കുക. ഇത് പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ പതുക്കെ ശേഖരിച്ച് തുടങ്ങുക. ഇതിനുള്ള ട്രെയിനിങ് ഇപ്പം ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിങ് കോഴ്സസ് തുടങ്ങാമെന്നാണ് വിചാരിക്കണത്. അപ്പം അതേപോലെ വേറെയും കുറേ ട്രെയിനിങ് ഉണ്ട് കേട്ടോ. അപ്പം ട്രെയിനിങ് എടുക്കുക. എന്നിട്ട് എംപതി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഡോക്ടേഴ്സിന് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് എംപതൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. തിരക്ക് കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ MBBS കറിക്കുലത്തിൽ അത് പഠിപ്പിച്ചിട്ടുമില്ല. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസ്. അത് പഠിക്കുക. ആൾക്കാരെ മുൻവിധിയോടെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് ഈ ഒരു ലക്ഷ്യം മുന്നിൽ നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് സാധ്യമാവും. കുറച്ച് സമയം എടുക്കും. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി ആസ്പിറൻസ്. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി മുന്നിട്ട് വന്നാൽ മാത്രമേ ക്വാക്സിൻ്റെ എണ്ണം കുറയുള്ളൂ.